ഇതിപ്പോഴേ ഈ സാരി ശരിയാക്കി തിരുവോണത്തിന് തന്നെ ഞാൻ കൊടുക്കുവോ? അല്ലെ കൊടുത്തോണ്ട് നിൽക്കുവോ? ഇച്ചിരി ആരല്ലേ കൊടുക്കുവോ? എങ്ങും പോകാനല്ല, ഇവിടെ കൊടുത്തോണ്ട് നിൽക്കുവോന്ന്. സകൃതകൃതമായ സുഹൃത്തുക്കളെ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ വീഡിയോയുടെ ആദ്യം ഇനിയൊരു സാധനം ഇടാമെന്ന് വിചാരിച്ചു. കൊള്ളാമല്ലേ? ഇതിപ്പോൾ സംഭവം ഓണത്തിന് എന്തായാലും ഞാൻ എൻ്റെ ഷർട്ടിനകത്ത് വരച്ചു ഇടാൻ വേണ്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അമ്മയുടെ സാരിയിലും ഒരെണ്ണം വരച്ചുകൂടാ. അപ്പോൾ ട്രെൻഡായിട്ടിരിക്കുന്ന ലോട്ടസ് അതാണ് ഞാൻ പിടിച്ചത്. അങ്ങനെ അതിൽ ഞാൻ വരയ്ക്കാൻ തുടങ്ങി. അപ്പം ഈ മുമ്പ് കണ്ട വീഡിയോയിൽ അമ്മയെടുത്ത് വെച്ചാണ് ഇത് വരച്ച് ഞാൻ അമ്മ ഇടുമെന്ന്, അമ്മയിടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ സാധാരണ നമ്മൾ പേപ്പറിൽ വരയ്ക്കുന്നതൊക്കെയല്ല ഈ തുണിക്കകത്ത് വരയ്ക്കുന്നത്. സാധനം നമ്മൾ എവിടെയെങ്കിലും വരച്ചിട്ട് കൈ ഞാൻ അവിടെ അങ്ങോട്ട് വെച്ചിട്ട് വേറെ എടുത്ത് നമ്മൾ അറിയാതെ നമ്മൾ വെച്ചു, നമ്മുടെ കയ്യിൽ ഓൾറെഡി അതിൻ്റെ കളറാവും. അങ്ങനെ ഓരോ സ്ഥലത്തും ആയി. ഇതിനു മുമ്പ് ഞാൻ വരച്ചത് അങ്ങനെ പാളിപ്പോയി. എന്തിൻ്റെ ആയിരുന്നു, ഒരു കഥകളിയുടെ ഞാനൊരു സെറ്റ് സാരി വരച്ചു കൊടുത്തായിരുന്നു. അത് തല ഇരിഞ്ഞൊക്കെ പോയി. ലാസ്റ്റ് മ്യാമിൻ്റെ മോൾ അവളാണ് പിന്നെ കട്ട് ചെയ്ത് തിരിച്ച് തയ്ച്ച് തന്നത്. അപ്പം ഇത് എന്താവുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ വരച്ചു തുടങ്ങിയിട്ടുണ്ട്. വരച്ച് വേണ്ടി 4-5 ദിവസം എടുത്ത് ഇത് വരച്ച് ഫുൾഫിൽ ചെയ്യാൻ. കാരണം 2 കരയുടെയും സൈഡിലാണ് വരച്ചത്, ഒന്ന് ഇപ്പുറത്തും അപ്പുറം സൈഡിലും വരച്ച്. വരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് വെച്ച് ഓണത്തിന് പുലി കളിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ വന്നത് നമുക്ക് പിള്ളേർ. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ മാമൻ, കൃഷ്ണൻ മാമൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം മാമൻ്റെ പഴയ കഥകൾ, മാമനും അച്ഛനും കൂടെ പഴയകാല ഗൃഹാതിരത്വമുണർത്തുന്ന കുറേ കഥകൾ പറഞ്ഞ് അവർ അയവിറക്കി. അതിൽ ഞാനും കുറച്ചു നേരം സംഭവം ഞാൻ ആലോചിച്ചു. കുറേ നാൾ കഴിഞ്ഞ് ഞാനും ഇതോണക്ക് എന്നെ കുറേ വർഷം കഴിഞ്ഞ് ജനിക്കുന്ന പിള്ളേരെടുത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കണമല്ലോ. അതായത് ഇങ്ങനായിരുന്നു എൻ്റെ കാലത്ത്, ഇങ്ങനായിരുന്നു എന്നൊക്കെ. അപ്പം ഞാൻ കുറേ നേരം കേട്ടു അവരുടെ ക്ലബിൻ്റെ കാര്യങ്ങളും, ഇങ്ങനെ കുറേ അവർ തിരുവര കളിച്ചതും പുലി കളിച്ചതും കബഡി കളിച്ചതും എല്ലാം. അവരുടെ കഥയൊക്കെ കേട്ടത് മതി. പറഞ്ഞ പോലെ അമ്മ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഞാൻ വരച്ച് റെഡിയാക്കിയ സാരി അമ്മ ഉടുത്ത് കുറേ വീഡിയോയും ഫോട്ടോസും ഞാൻ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് ഇടണമെന്നുണ്ട്. പക്ഷേ ഈ കോപ്പി റൈറ്റ്സ് വരുന്നുണ്ട്, എന്ത് ചെയ്യും? എന്തായാലും ഇടാം.